എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഒബ്സ്റ്റിക്കിൾസിൻ്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് കുറച്ച് നാളായി അല്ലേ? അപ്പോൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങൾ എന്താണ്? തടസ്സങ്ങൾ ഉള്ള സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 2 സെക്ഷനായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഒബ്സ്റ്റിക്കിൾസ് നോക്കാം, രണ്ടാമത് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റഡ് എന്നുള്ളത് രണ്ടാമതായിട്ട് നോക്കാം. ഓക്കെ, ഇത് ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, ഫീലിങ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് ജനറൽ റീഡിങ്ങിൻ്റെ ബേസിസിൽ ആക്ഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. റീഡിങ്ങിലേക്ക് പോയാലോ? ആദ്യമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരാളുമായിട്ട് വളരെയധികം സ്നേഹത്തിലാണ്. ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ചില തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു തരൂ. ആ തടസ്സങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സ് ഒരു വ്യക്തിയുമായി സ്നേഹത്തിലാണ്. റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എന്തൊക്കെ തടസ്സങ്ങളാണ് റിലേഷൻഷിപ്പിൽ എൻ്റെ വ്യൂവേഴ്സ് ഫേസ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തരും. 2 ഷഫിലൂടെ ചെയ്തോട്ടെ കേട്ടോ. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നതുകൊണ്ട് എനർജീസ് ലിങ്കർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ ഞാൻ ഒരു കാർഡേ കണ്ടുള്ളൂ, 2 ഓഫ് പെൻറ്റക്കിൾസ്. അത് ഞാൻ എടുക്കുന്നു. മറ്റേ കാർഡ് ഞാൻ കണ്ടില്ല, അന്ന് ഞാൻ തിരിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ വരും വീണ്ടും. King of Cups, 2 of Pentacles, 10 of Cups. 2 കാർഡ് വന്നു, ഒരെണ്ണം എടുക്കാം. 3 of Cups. ഒന്നുകൂടെ ഷഫിൾ. Knight of Wands, King of Swords, Queen of Pentacles, 3 of Pentacles, 8 of Cups, 8 of Wands, 4 of Pentacles, 7 of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ടെമ്പറൻസ്. നൈറ്റ് ഓഫ് വാൺസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൺസ്. ജസ്റ്റിസ്, ക്ലാരിഫൈ 8 ഓഫ് വാൺസ്, ക്ലാരിഫൈ 8 ഓഫ് വാൺസ്. കാരണം 8 ഓഫ് വാൺസ് എന്നൊക്കെ പറയുന്നത് സ്പീഡി ആക്ഷൻ ആണ്. അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നു പറയുമ്പോൾ പേജ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ആദ്യമായിട്ടുള്ള തടസ്സം കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ഓക്കെ, എക്സ്പ്രഷൻസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എക്സ്പ്രഷൻസ് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ പരസ്പരം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ് എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വാക്കുകൾ കൊണ്ട് അത് പ്രകടിപ്പിച്ചിരിക്കില്ല, നിങ്ങളും പ്രകടിപ്പിച്ചിരിക്കില്ല. കാരണം
ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ കുറേയധികം നിങ്ങളുടെ എനർജീസും കണക്ട് ആവാം. ചില കാർഡ്സ് നിങ്ങളുടെ ആയിരിക്കും, ചിലത് നിങ്ങളുടെ പേഴ്സന്റെ ആയിരിക്കും. രണ്ടും തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിലാണ് അവര്. സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് പുറമേക്ക് ഒന്നും കാണിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും പറയാതിരിക്കുക. കാണിക്കുന്നുണ്ടാവും. മുഖത്ത് എക്സ്പ്രഷൻ വെച്ച് ഇവരുടെ നോട്ടം കൊണ്ട്, ഭാവം കൊണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്നേഹം ഉണ്ട് എന്നുള്ളത്. തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരവസ്ഥ, അതൊരു തടസ്സം തന്നെയാണ്. 2 ഓഫ് പെന്റക്കിൾസ് വെച്ച് ഈ ജഗ്ലിംഗ് തന്നെ, പറയണോ വേണ്ടയോ എന്നുള്ള ജഗ്ലിംഗ്. പറഞ്ഞാൽ ശരിയാകുമോ, തെറ്റായി പോകുമോ, ഉള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ, ഉള്ള റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം. ആ ഒരു ജഗ്ലിംഗ് അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അതൊരു വലിയ തടസ്സമാണ് കേട്ടോ. പലർക്കും ഒരു ഫാമിലിയുടെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി, അച്ഛനമ്മ, അവരുടെ എതിർപ്പ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ട് രീതിയിലായാലും ആ ഫാമിലിയുടെ എതിർപ്പ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഫാമിലിയുടെ പ്രസൻസ് കൊണ്ട് ഇവരുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞു കാണില്ല. തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ആ ഒരു തടസ്സം ഉണ്ട്. ഓക്കെ. 3 ഓഫ് കപ്സ് വെച്ച് ചിലർ എന്താ പറയുക, ഇഷ്ടം മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ വെറും ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടായിരിക്കും. ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക കേട്ടോ. ചിലരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു ചിലർ ഫ്രണ്ട്സ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുമില്ല, ഞാൻ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയും. കാരണം തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെയും കൂടി കാർഡാണ് 3 ഓഫ് കപ്സ്. ഒരു പക്ഷേ അവർ എവിടെയെങ്കിലും കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ അവർക്ക് ഓൾറെഡി ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആ ഒരു ജഗ്ലിംഗ് അവരവിടെ ഫേസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു കാണും. നൈറ്റ് ഓഫ് വാൻഡ്സ് ആൻഡ് ജസ്റ്റിസ്. നൈറ്റ് ഓഫ് വാൻഡ്സ് ആക്ച്വലി ആക്ഷൻ എടുക്കുന്ന കാർഡാണ്. പക്ഷേ വീണ്ടും അത് തടസ്സമായിട്ട് എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്തതിൽ ജസ്റ്റിസ് ആണ് വന്നത്. ഓക്കെ. അതായത് പലർക്കും ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട്. അത് സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സ്ലോയിങ് ഡൗൺ ഒന്നും അല്ല, സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ വിധി കിട്ടിയിട്ടില്ല. കോർട്ട് കേസ് പറയുമ്പോൾ സെപ്പറേഷൻ കേസൊക്കെ ആയിരിക്കാം. ഓക്കെ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട്, അതായത് ജസ്റ്റിസ് സെർവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കാര്യങ്ങൾ സ്പീഡായിട്ട് നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഒരറ്റം എത്തിയിട്ടില്ല. അതാണ് അവിടെ പ്രശ്നം. ആ ഒരു വിധിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഈഗോ ഇഷ്യൂസ് ആണ് അവിടെ തടസ്സമായിട്ട് വരുന്നത്. എന്തെങ്കിലും ചെറിയ വഴക്കായിരിക്കാം, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അതായത് ഒരു 5 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അതിനെ ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, ബലം പിടിച്ചിരിക്കുക, ഒരു സോറി പറയാതിരിക്കുക, ഒരു എന്താ പറയുക, ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടാതിരിക്കുക. അതായത് തെറ്റെൻ്റേതാണ് എന്ന് പറയാൻ രണ്ടു പേർക്കും തന്നെ വിഷമം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ അവിടുത്തെ റിലേഷനിൽ തടസ്സമായിട്ട് വരും. അങ്ങനെ ഒരു ഈഗോ ഇഷ്യൂ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്താണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചൂടെ? ഒന്ന് സംസാരിച്ച്. കാരണം നല്ലൊരു റിലേഷൻ ഈ ഒരു ചെറിയ ഈഗോ ഇഷ്യൂ കാരണം നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. അത് വെരി സ്ട്രോങ് ഈഗോ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഒരു സ്റ്റുഡൻ്റ് ആയത് കാരണം അവർക്ക് അവിടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല. സ്റ്റുഡൻ്റ് ആവണമെന്നില്ല, ജോലി ആയിട്ടില്ല എന്നാണ് കാണുന്നത്. സ്റ്റുഡൻ്റ് തന്നെ ആയിക്കോളണമെന്നില്ല, ജോലി ആയിട്ടില്ല. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല. അവർ അവരുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ടുള്ള ഒരു തടസ്സമാണ്. സ്വയം പര്യാപ്തത വന്നിട്ടില്ല. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 കാലിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ. ജോലി ആയിട്ട് മതി റിലേഷനിലെ ഒരു തീരുമാനം എന്ന് അങ്ങനെ പറയുന്നതും ആവാം. ഓക്കെ. ഞാൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ജോബിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നത് ആദ്യം കരിയറിലേക്ക് ഫോക്കസ് ചെയ്യട്ടെ,
അതിനുശേഷം മാത്രം റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് നിങ്ങളുടെ പാർട്ട്ണർ വിചാരിക്കുന്നതോടെ അതൊരു തടസ്സമായിട്ട് വരുന്നു. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നു. ഇവിടെ തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ മാരീഡ് തന്നെ ആയിരിക്കാനാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാന്നിധ്യം കാണുന്നു. ഓക്കെ, 8 ഓഫ് കപ്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസിലാണ്. ജോലി സംബന്ധമായിട്ടായിരിക്കാം, പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, എന്ത് തന്നെ ആയാലും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സണും. വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ വന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ലോങ് ഡിസ്റ്റൻസ് എപ്പോഴും കാണാൻ പറ്റാതെ ഇരിക്കുക, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കുറവായി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. വിളിക്കാറുണ്ടായിരിക്കും, പക്ഷെ നേരിട്ട് കണ്ട് സംസാരിക്കും പോലെ ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് നിങ്ങളെ വളരെയധികം ബോധർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന എപ്പോഴും ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടുപ്പം തോന്നുമായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ 8 ഓഫ് വാൻസും പേജ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണും ഇൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾ റെഗുലറായിട്ട് തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും, ലൈക്ക് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് കാണുന്നത്, സ്റ്റുഡൻ്റ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പം റിലേഷൻഷിപ്പ് ഒരു ജോലിയൊക്കെ ആയതിനു ശേഷമല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻ കോണ്ടാക്റ്റ് ആണ്, നിങ്ങളത് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്യണം, എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ജോലിയൊക്കെ ആയതിനു ശേഷം, സെറ്റിലിംഗ് ഡൗൺ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അവിടെ വെയിറ്റിംഗ് പീരീഡ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവിടെ ഇവരുടെ ഫീലിംഗ് പുറത്ത് പറയാതെ മനസ്സിൽ അടക്കി പിടിക്കുന്നത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പൊസസീവ്നെസ് കാരണം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥ തിരിച്ചും ആവാം. നിങ്ങൾ ഓവർ പൊസസീവ് ആവുന്നതും ആവാം, അവർ ഓവർ പൊസസീവ് ആവുന്നതും ആവാം. വെച്ചാൽ നിങ്ങൾ ആരോടും മിണ്ടുന്നത് അവർക്ക് ഇഷ്ടമല്ല, ആരുടെയെങ്കിലും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അത് നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ പോലും, കസിൻസ് ആണെങ്കിൽ പോലും, ആരുടെയും കൂടെ നിങ്ങൾ മിങ്കിൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആ ലെവലിലുള്ളൊരു പൊസസീവ്നെസ്. നല്ലൊരു ഡ്രസ്സിട്ട് പുറത്ത് പോയാൽ എന്തിനാ അങ്ങനെ ഡ്രസ്സ് ചെയ്തിറങ്ങിയേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു രീതി, മറ്റാരും നോക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. അങ്ങനെ വരുന്ന ഓവർ പൊസസീവ്നെസ് നിങ്ങൾക്ക് മടുപ്പ് ആയി തുടങ്ങി. തിരിച്ചും ആയിരിക്കാം, ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചും ആയിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുന്നത് നല്ലതായിരിക്കും. എന്ത് തന്നെ ആയാലും ഏത് പാർട്ട്ണറിനാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാൽ മറ്റേ പാർട്ട്ണർക്ക് അതൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. നമ്മൾ ഈ റിലേഷനിൽ പെട്ടുപോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ലെവലിലുള്ള ഓവർ പൊസസീവ്നെസ് അത് ഒട്ടും നല്ല കാര്യമല്ല. ഓക്കെ, പിന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ചിലരെങ്കിലും അവരുടെ കരിയറിന് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഏത് നേരവും ജോലി ജോലി ജോലി, ജോലിയിൽപ്പെട്ട് ജോലിയുടെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ തമ്മിൽ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ജോലിയെപ്പറ്റി മാത്രം പറയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരക്ഷരം പറയാതിരിക്കുക. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് ജഗ്ലിങ്, ഇവർ ഈവൻ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ അങ്ങനെ വരികയാണ്. ഏത് നേരവും 24 മണിക്കൂറും ജോലി മാത്രം. അവർ ജോലിയിൽ ബിസിയുമാണ്, ജെനുവിൻലി ബിസി ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സമയം തരുന്നില്ല എന്ന് ഉള്ളൊരു കംപ്ലൈൻറ്റ്. ഫോക്കസ് മുഴുവൻ ജോലിയിലേക്ക് പോകുന്നു. ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ് അവരുടെ ലൈഫിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ അതും ഒരു ഒബ്സ്റ്റക്കിളായിട്ട് വരുന്നുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓവർലി സ്പിരിച്വൽ ആയിട്ട് ഉള്ളൊരു വ്യക്തിയായിരിക്കാം. എനിക്കിവിടെ കൂടുതലായിട്ടും ഒരു പ്രീസ്റ്റ് എന്നാണ് സോറി, ഏതെങ്കിലും വിഭാഗത്തിന് ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാണുന്നത് പറയാതെ പറ്റില്ല. ഒന്നുകിൽ സദാനേരം പ്രാർത്ഥന, സദാനേരം പ്രാർത്ഥന ആയിരിക്കണം, അല്ലെങ്കിൽ ഇവര് കൂടുതലായും എനിക്കൊരു പ്രീസ്റ്റ് എന്ന് തന്നെയാണ് കാണുന്നത്. റിലീജിയസ്ലി അവിടെ ഒരു തടസ്സമുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ഒരു തടസ്സം അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കാണുന്നു. ഓക്കെ, ഇവര് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഒന്നുകിൽ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം.
അവിടെ നിങ്ങൾക്ക് അത് റീച്ച് ആവില്ല. അവരെ റീച്ച് ആവാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, അവർക്കൊരു ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ പൊസിഷൻ, ആ ഒരു സ്ഥാനം അതൊരു വലിയ തടസ്സമാണ്. ഓക്കെ. അങ്ങനെയാണ് എനിക്ക് കാണുന്ന. ഏതെങ്കിലും വിഭാഗക്കാരെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാണുന്നത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുറച്ചുകൂടി ഒബ്സ്റ്റക്കിൾസ് തരൂ. വേറെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് എൻ്റെ വ്യൂവേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ടോ അവരുടെ റിലേഷൻഷിപ്പിൽ? വേറെന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്യുന്നുണ്ടോ എൻ്റെ വ്യൂവേഴ്സ്? ഒന്ന് പറഞ്ഞു തരൂ. ഫുൾ നിങ്ങളുടെ പേഴ്സണ് തീരെ മെച്യൂരിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. കുട്ടികളെ മാറിയിട്ടില്ലാത്ത ഒരവസ്ഥ. എന്ത് പറഞ്ഞാലും ഒരു സീരിയസ്നെസ് ഇല്ലാതെ, എന്താ പറയുക, ഒരു സീരിയസ്നെസ് ഇല്ലാതെ പെരുമാറുക, അങ്ങനെയൊക്കെ വളരെ കുട്ടിത്തരമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര പോകുക. നിങ്ങളിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അവർ ട്രാവലിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും റിപ്ലൈ തരുന്നുണ്ടാവുക. അത് നിങ്ങളുടെ പേഴ്സണൽ മെച്യൂരിറ്റി ഇല്ലായ്മയായിട്ടും സീരിയസ്നെസ് ഇല്ലായ്മയായിട്ടും തോന്നുന്നുണ്ട്. കാര്യങ്ങളെ വേണ്ടത്ര സീരിയസ്നെസ്സോടെ അവർ സമീപിക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നു. അതൊരു തടസ്സം തന്നെയാണ്. വൈസ് വേഴ്സയും കൂടെ എടുത്തോണം എല്ലാ കാർഡും കേട്ടോ. ടവർ, നിങ്ങളുടെ ഇടയിൽ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വന്നിട്ടുണ്ട്. തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടെ നിങ്ങളിൽ പലരും പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ. എന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടപ്പോൾ അവർ റിപ്ലൈ തരുന്നുണ്ടാവില്ല. നിങ്ങൾ വണ്ടറടിച്ചിരിക്കുകയായിരിക്കും എന്ത് പറ്റിയെന്ന്. തിരിച്ചും ആയിരിക്കാം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും. അവർ മെസ്സേജസ് അയക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ടവർ വരുന്നതായിട്ട് കാണുന്നു. രണ്ട് തന്നെ ആയാലും റിലേഷൻഷിപ്പിനെ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. ലവേഴ്സ്, അമിത സ്നേഹവും ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള സ്നേഹം. സ്നേഹം കാരണം ഇരിക്കാൻ വയ്യ എന്ന് പറയില്ലേ, തീരെ സ്പേസ് കൊടുക്കാത്ത രീതിയിലുള്ള സ്നേഹം ഉണ്ടല്ലോ. എന്തിലും ഏതിലും ഇടപെടുക, ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടേത് മാത്രം അല്ലെങ്കിൽ അവരുടേത് മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതും ഒരു പ്രശ്നം തന്നെയാണ്. സ്നേഹം വേണം, പക്ഷെ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹമായിരിക്കണം അല്ലേ. പരസ്പരം എന്താ പറയുക, ആവശ്യത്തിന് സ്പേസ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ. ക്വീൻ ഓഫ് വാൻസ്, നിങ്ങൾ വാശി കുറച്ച് കൂടുതലുള്ള വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവരായിരിക്കുമേ രണ്ടിലൊരാൾ സ്വല്പം വാശി, കടുംപിടുത്തം കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും കാണുന്നു. ഓക്കെ. നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ നിന്നും പുറത്തു പോവില്ല. അത് സാധിച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരുള്ളൂ. സ്ട്രോങ് വിൽഡ് ആണ്. സ്ട്രോങ് വിൽഡിനെക്കാളും പിടിവാശിയാണ് അവിടെ കാണുന്നത്. ഓക്കെ. പറഞ്ഞ കാര്യം നടത്തിയിട്ടേ നിങ്ങൾക്ക് പറ്റൂ. തിരിച്ചുമായിരിക്കാം, അവരുടെ സൈഡിൽ നിന്നും ആയിരിക്കാം. അവര് പറഞ്ഞ കാര്യം നടത്തുന്നവരായിരിക്കാം. അത് ശരിയായാലും തെറ്റായാലും അവരൊന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടന്നേ പറ്റൂ. തിരിച്ചു എടുത്തോളണേ നിങ്ങളും ആയിരിക്കാം. നിങ്ങളാണ് അങ്ങനെയെങ്കിൽ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണ് അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അവർക്ക് അറിയാമെങ്കിലും അവരതിൽ തന്നെ ഉറച്ചു നിൽക്കും. അപ്പം ഇതിലെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന സ്ഥിതി. 5 ഓഫ് പെൻഡക്കിൾസ്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി. ഇത് വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. ഇത് എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിലൊരാൾ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി വല്ലാതെ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് കരിയറാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി അതിലാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചിന്തിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് കാണുന്നത്. ഓക്കെ. പിന്നെ ഹൈ പ്രീസ്റ്റസ് ഇവിടെ വരുന്നത് ഇവരുടെ മദറിൻ്റെ രണ്ടിലൊരാളുടെ മദർ എതിർക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ. അമ്മയുടെ ഭാഗത്തു നിന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിൽ ആരുടെ അമ്മയാണോ ഇത്, അവർ ആ അമ്മയോട് വളരെ ക്ലോസ് ആണ്. ഓക്കെ. അമ്മ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാത്ത ആ വ്യക്തിയാണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അപ്പം അവിടെ ഒരു അക്സെപ്റ്റൻസ് ഇല്ലായ്മ വരുന്ന അവിടെ ഒന്ന് ജഗിൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു.
10 ഓഫ് പെൻഡക്കിൾസ്, ഫാമിലിയെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യേണ്ടുന്ന ബാധ്യത. ഫാമിലി പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. ഓക്കെ, അതിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ്. ഫാമിലിയെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി. അതിനുശേഷമേ റിലേഷൻഷിപ്പ് വരുന്നുള്ളൂ. നിങ്ങളുടെ ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ ആവാം. ഓക്കെ, അത് ആരാണോ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് അവരുടെ. അതൊരു തടസ്സമാണ്. കാരണം അതിന് ശേഷമേ അവിടെയും പ്രയോറിറ്റി ഫാമിലിയുടെ സ്റ്റെബിലിറ്റിക്കാണ് വരുന്നത്. അതിനുശേഷം മാത്രമേ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അതൊരു തടസ്സമാണ്. 7 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും നിങ്ങളുടെ പേഴ്സൺ പല കാരണങ്ങൾ കൊണ്ട്, നമ്മൾ ഇത്രയും ഒബ്സ്റ്റക്കിൾസ് കണ്ടു, ഇതിലേതെങ്കിലും ആയിരിക്കും റീസൺ. ആ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്നേഹം കണ്ടില്ല, മനസ്സിലായില്ല എന്ന് ഭാവിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാത്തപ്പോൾ അവർ നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഐ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പെട്ടെന്ന് മുഖം തിരിക്കും. അങ്ങനെ പക്ഷെ അവർക്കറിയാം നിങ്ങൾക്ക് അവർ ഇഷ്ടമാണ് എന്നെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സർക്കംസ്റ്റാൻസസ് കാരണം, പല അവസ്ഥകൾ കാരണം അവർ നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് വെക്കാൻ തീരുമാനിക്കുന്നതായിട്ട് ആണ് കാണുന്നത്. അതൊരു വലിയ ഒബ്സ്റ്റക്കിൾ തന്നെയാണ്. അവർ തന്നെ മുന്നോട്ട് വരണം, അല്ലേ? അവർ തന്നെ മുന്നോട്ട് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്ട്രെങ്ത് വെച്ചിട്ട് ശരിയായ സമയം വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. രണ്ടുപേരും ആവാം, അല്ലെങ്കിൽ അതിലൊരാളാവാം. വെയിറ്റ് ചെയ്തിരിക്കുന്ന വെയിറ്റിംഗ് പീരീഡ് വളരെ ലോങ് ആയിട്ട് കാണുന്നു. ശരിയായ സമയം വരട്ടെ, ശരിയായ സമയം വരട്ടെ. എപ്പോഴാണ് ശരിയായ സമയം എന്ന് നിങ്ങൾക്കും അറിയില്ല, അവർക്കും അറിയില്ല. അങ്ങനെ ഒരു ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നില്ല, മനസ്സിലായില്ലേ? സ്റ്റാഗ്നൻ്റ് ആയിട്ട്, അതായത് കെട്ടിക്കിടക്കും പോലെ അവിടെ ഇങ്ങനെ നിന്ന് പോയിരിക്കാം. മുന്നോട്ടും നീങ്ങുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. നിങ്ങൾക്ക് ഫീലിങ്സിന്ന് പുറത്ത് കിടക്കാനും പറ്റുന്നില്ല, എന്നാൽ ഫീലിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഇരിക്കുന്ന പോലെ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ഇത്രയും പോരെ? ഇത്രയും തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് തന്നെ ആയാലും, ഏത് സിറ്റുവേഷൻ തന്നെ ആയാലും, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അത് വേറൊരു ഡെക്കിൽ നോക്കാം കേട്ടോ. നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കുറേയേറെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ കണ്ടിരുന്നു, അല്ലേ? ഇപ്പോൾ ഈ ഹാഫിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്ത് നെക്സ്റ്റ് ആക്ഷൻ ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നാണ് കേട്ടോ. ഏത് തരം ഒബ്സ്റ്റക്കിൾ ആയാലും ഏതൊക്കെ കണക്റ്റ് ആവുന്നു എന്ന് നോക്കട്ടെ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ കണ്ടിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നിലനിൽക്കെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടി എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് വരിക എന്നൊന്ന് പറഞ്ഞു തരണം പ്ലീസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പറഞ്ഞു തരാം. 6 of Wands. എടുക്കാം. 6 of Wands ആദ്യമേ വീണു കേട്ടോ. Queen of Cups, Queen of Pentacles, Page of Wands, King of Cups, Ace of Cups, 6 of Pentacles, Fool, Queen of Wands, 10 of Pentacles, 3 of Wands, 3 of Cups, Hierophant. 6 of Wands വെച്ചിട്ട് കൂടുതൽ പേരുടെയും പേഴ്സൺ ഒരു തീരുമാനമെടുത്ത് അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്ത് തരം ഒബ്സ്റ്റക്കിൾ ആണെങ്കിലും ഞാൻ പറയും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാത്ത, അതായത് മാരീഡ് ആയിട്ടുള്ള വ്യക്തികളല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഞാൻ പ്രത്യേകം നോക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാത്ത ആൾക്കാരുടെ മറ്റ് ഒബ്സ്റ്റക്കിൾസ് ആണ്
നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി വളരെയധികം ഇൻവോൾവ്ഡ് ആകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ടായിരിക്കും ഇവരുടെ ഇമോഷൻസിനെ പറ്റിയിട്ട്. അതായത് ഇവർ ഈ പറഞ്ഞ പോലെ കുറേ പേര് എക്സ്പ്രസ് ചെയ്യാതെ മനസ്സിൽ അടക്കി പിടിച്ച് വെക്കുന്നവരുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അവരെല്ലാം കൂടുതൽ പേരും അവരുടെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എക്സ്പ്രസ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്തെങ്കിലും രീതിയിൽ ഒരു എക്സ്പ്രഷൻ അവരുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് കാണുന്നു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ഫാദറിനെ മദറിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാർ, അവര് ഒരു സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ജോലിക്ക് മിക്കവാറും കയറാൻ ശ്രമിക്കും, ഫൈനാൻസസിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കും. എന്താ പറയുക, അവരിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് പാരൻസിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അത് കണ്ടെത്തിയാൽ മാത്രമേ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലേ? കാരണം അവർക്ക് നിങ്ങളെയും കൂടി നോക്കാനുള്ളൊരു കാര്യപ്രാപ്തി വേണം. ഇതാണായാലും പെണ്ണായാലും ഞാൻ പറയുകയാണ്, രണ്ടുപേരും ജോലിക്ക് പോയാലേ ഇക്കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അവര് ഒരു സ്വയം പര്യാപ്തത നേടിയിട്ട്, അല്ലെങ്കിൽ കരിയറിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇന്ന ഒരു കരിയർ എന്നൊക്കെ പറഞ്ഞ് അവരതൊരു ലക്ഷ്യം വെച്ചിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ ആ ലക്ഷ്യം അവർ നേടുന്നതായിട്ടും മുന്നോട്ട് വരുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക്, നോ കോണ്ടാക്റ്റിലാണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഒരു തുടർച്ചയായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കും. അവിടുന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുന്നവർ, അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് യാതൊന്നും ചെയ്യാതിരിക്കുന്നവരാണ്. ഇവരുടെ ഭാഗത്ത് നിന്നുള്ള എക്സ്പ്രഷൻ എന്താണ് വരാതിവാൻ? കിങ് ഓഫ് കപ്സ്, സ്നേഹം മനസ്സിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുള്ള ഫർദർ ആക്ഷൻ എന്താണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക? എംപ്രസ്, അവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായും ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് നിങ്ങൾക്കായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു തീരുമാനം എടുക്കും അവർ മുന്നോട്ട് എന്നുള്ള ഒരു തീരുമാനം. അവരുടെ ഫീലിങ്സ് അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്ത്, ഇത് അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എക്സ്പ്രഷൻ ഉണ്ട്, പക്ഷെ വാക്കാൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷെ അങ്ങനെ വാക്കാൽ പറഞ്ഞിട്ടില്ലാത്ത സിറ്റുവേഷനിൽ വാക്കാൽ പറയാനുള്ള ഒരു സാഹചര്യം എയ്തർ വേ നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഒന്നിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യും എന്നാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ച് പരസ്പര സ്നേഹം തന്നെയാണ്. തീർച്ചയായിട്ടും അവരവരുടെ സ്നേഹം ഒരുപാട് തുറന്ന് കാണിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ മനസ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഒരു പങ്ക് അവർ വഹിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ വരും എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ വളരെയധികം റെസ്പോൺസിബിലിറ്റീസിൽ കുടുങ്ങി കിടക്കുകയാണ്, അതായിരുന്നു നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞാനും കൂടി ഏറ്റെടുത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ വരും. തിരിച്ചുമാവാം, അവർക്കാണ് ഓവർ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഓഫർ ചെയ്യും, ഞാനും കൂടി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഈക്വൽ ഷെയർ എടുത്ത് പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. ദി ഫൂൾ വെച്ച് ഞാൻ പറഞ്ഞു, സീരിയസ്നെസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ആ സ്വഭാവം മാറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് സീരിയസ്നെസ്, മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? ആ കുട്ടിക്കളി അങ്ങനെ തന്നെ തുടരുന്നതായിട്ട് നിങ്ങളതിൽ സ്ട്രെസ് ആവുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. സീരിയസ്നെസ് ഇല്ലാതെ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് വരുന്നിടത്ത് കാണാം എന്നുള്ള രീതിയിലൊരു മറുപടി, അവർ ആ ഒരു മെൻറ്റാലിറ്റിയിൽ സ്റ്റക്കാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കുറേ സമയമെടുക്കും. അവർക്ക് എന്താ പറയുക, അവർക്ക് പ്രായത്തിൽ മുതിർന്നവരായിരിക്കാം, പക്ഷെ മനസ്സിപ്പോഴും ആ കുട്ടികളിൽ പെട്ട് കിടക്കുകയാണ്. ജോളിയായിട്ട് നടക്കുക, യാത്രകൾ പോവുക, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങുക, അതിലൊക്കെ തന്നെയാണ് അവരിപ്പോഴും സ്റ്റക്കായിരിക്കുന്നത്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ തുടരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർ
കുറച്ച് സമയം കൂടി എടുക്കും ആ ഒരു മെച്യൂരിറ്റി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വീൻ ഓഫ് വാൻസ് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സ്റ്റബേൺനെസ് ആയിരിക്കണം, അതായത് തീരുമാനത്തിൽ നിന്ന് മാറാൻ വിമുഖത കാണിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഒന്ന് തീരുമാനിച്ചാൽ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കും, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ത് തന്നെ ആയാലും. കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റി കുറച്ച് കൂടുതലായിട്ടുള്ള വ്യക്തികളാണ്. ഈ കേസിൽ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക? അവർ ഒരു കോംപ്രമൈസിന് തയ്യാറായി ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണുന്നത് കേട്ടോ. സംസാരിച്ച് നമുക്ക് തീരുമാനിക്കാം, വാശി കുറച്ച് മാറ്റി വെച്ചിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 10 ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ അപ്പോഴേ പറഞ്ഞു, ഫാമിലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ്. ഫാമിലിയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് ഇവരെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എവിടെയാണ്? അവരുടെ ഫാമിലിയുടെ സ്റ്റെബിലിറ്റിയാണ്. അവരെ സേഫ് ആക്കുക. ഒരു പക്ഷേ ഫാമിലിയുടെ കടങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിലാക്കുക. അവരുടെ ഫാമിലി ബിസിനസ് ആയിരിക്കാം, അത് സ്റ്റേബിൾ ആക്കുക. അവർക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കുക, അങ്ങനത്തെ പ്രയോറിറ്റീസ് ഉണ്ടല്ലോ, അതിലേക്കാണ് അവരുടെ ഫോക്കസ് കൂടുതലായിട്ടും. റിലേഷൻഷിപ്പ് ഒരു ബാക്ക് സ്റ്റെപ്പിലാണ് കേട്ടോ, ഒരു പടി ബാക്കിലാണ് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. ഫാമിലിക്ക് തന്നെയാണ് അവിടെ പ്രയോറിറ്റി വരുന്നത്. ഓക്കെ, 3 ഓഫ് വാൻസ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ആണ്. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് അവർ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും ഡിവൈൻ? ലവേഴ്സ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. വളരെയധികം സ്നേഹമാണ്. ലോങ് ഡിസ്റ്റൻസ് ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ഞാനത് തേർഡ് പാർട്ടി എന്ന് പറയില്ല, അതൊരു പ്ലാനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്, ഒരു പക്ഷേ ജോലി സംബന്ധമൊക്കെ ആയിട്ടായിരിക്കും ഇവർ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നുണ്ടാവുക. എന്ത് തന്നെയായാലും അവർ ജോലിപരമായിട്ട് സെറ്റിൽഡ് ആയിരിക്കും. അപ്പം ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവർ തീർച്ചയായിട്ടും ഒരു യൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പടി മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, 3 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാം. പല സിറ്റുവേഷൻസ് ആണ്, ഒരു പക്ഷേ മാരീഡ് ആയിരിക്കാം, വേറെ പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങളെ ഫ്രണ്ട് സോൺ ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ അവർ ഓപ്പണായി പറഞ്ഞു കാണും, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞവരാണെങ്കിൽ അവർ ആ തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സോൺ തന്നെയാണ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് മുന്നോട്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. സിറ്റുവേഷൻസ് അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തുടരാം എന്നുള്ള രീതിയിൽ. ഇനി ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. ഈ ഹെയറോഫൻറ്റിന് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. പേജ് ഓഫ് സ്വാർട്സ് ആണ് ഇവിടെ ഹെയറോഫൻറ്റ് വരുന്ന. അവിടെ 2-3 സിനാറിയോസ് ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ്, എന്താ പറയുക, അവരുടെ പദവി, അതൊക്കെ ഒരു പ്രശ്നമായിരിക്കാം. അവരതിനെ പറ്റിയിട്ടൊക്കെ വളരെ ബോധമായിട്ടുള്ള, സൊസൈറ്റിയെ പറ്റി വളരെയധികം ചിന്തിക്കുന്ന, സമുദായത്തെ പറ്റി വളരെയധികം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ചിന്തകൾ കാരണം അവരവിടെ സ്റ്റക്കാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അതെല്ലാം അവർക്കൊരു ബോധറേഷൻ തന്നെയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ അവർ ആ മാരീഡ് സ്റ്റാറ്റസിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് ആ റെസ്പോൺസിബിലിറ്റീസ് അവർ അവിടെ വളരെ കറക്റ്റായിട്ട് ചെയ്തു പോകും. അവരുടെ തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ ചെയ്തു പോകും. പക്ഷെ നിങ്ങളുമായിട്ട് ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാരലലായി മാത്രം മുന്നോട്ട് പോകും എന്നാണ് അവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? റെയിൽപാളം പോലെ രണ്ടും പാരലലായിട്ട്, അവരെയും വിടില്ല നിങ്ങളെയും വിടില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ പാരലലായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരൂ. നെക്സ്റ്റ് ആക്ഷനിൽ എന്താണ് കാണുന്നത്? കുറച്ച് കാർഡ്സ് കൂടി തരാമോ പ്ലീസ്? ടവർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഒബ്സ്റ്റക്കിൾസിൽ കണ്ടിരുന്നു, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ടോട്ടലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. ഒരു സെപ്പറേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ
ആ സിറ്റുവേഷൻ അതങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ്. ടോട്ടൽ ഇത് നിങ്ങൾ എക്സ് ആയി, ഓക്കെ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞു എന്നുള്ള സിറ്റുവേഷനിൽ അത് അവിടെ അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ്. ടവർ മൂവ്മെൻറ്റ് അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ പൊസസീവ്നെസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓവർ പൊസസീവ്നെസ്സിൻ്റെ കാര്യം, ഓവർ പൊസസീവ്നെസ് വരുന്ന അവിടെ അതും അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഒരാളുടെ ബേസിക് സ്വഭാവം മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ ഓവർ പൊസസീവ്നെസ് അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകണമെങ്കിൽ ഈ ഒരു സ്വഭാവം നിങ്ങൾ സഹിച്ചേ പറ്റൂ എന്നുള്ളൊരു രീതിയാണ് അവിടെ കാണുന്നത് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ് തേർഡ് പാർട്ടി സിറ്റുവേഷനും, അതായത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അവിടെയും അവരാ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് അവിടെ ഒരുപാടുണ്ട്. അത് തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കൂടി വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പാരലായി മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കുകയുള്ളൂ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എസ്പെഷ്യലി ഇവർ മാരീഡ് ആണെങ്കിൽ. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ്, അതേപോലെ കരിയറിന് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അതും അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. അവർ വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ജോലി കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉള്ളൂ ഈ ലോകത്തിൽ എന്നുള്ള സിറ്റുവേഷനാണ്. അവരെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷനും അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അവിടെ ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ തുടരുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, അമ്മയുടെ എതിർപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. അമ്മയുടെ എതിർപ്പ് ഉള്ളവിടെ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഇവർക്ക് സാധിക്കില്ലേ? മദറിൻ്റെ എതിർപ്പുള്ളവിടെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിക്കുമോ? അമ്മയെ വളരെ ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. കാരണം ഇട്ടെറിഞ്ഞ് അമ്മയുടെ സമ്മതം ഇല്ലായ്മ മൂലം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇട്ടെറിഞ്ഞ് പോകുന്നുമില്ല. ഇച്ചിരി സമയമെടുത്താലും ഇത്തിരി സമയമെടുത്ത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷന് സമ്മതം വാങ്ങിക്കും കേട്ടോ, സമ്മതിപ്പിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അമ്മയാണ് നമുക്ക് എടുത്തെറിഞ്ഞ് അങ്ങ് പോകാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ അതും അമ്മയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവർ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി സമ്മതം വാങ്ങിക്കും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, 6 ഓഫ് സോർട്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നും കാണുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷനിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നും കാണുന്നു. ഓക്കെ, പോരെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ. കൂടുതലായിട്ടും അൺലെസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ മാരീഡ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമാണ്, അതുപോലെ സെപ്പറേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ആക്ഷൻ ഒരു ജഗ്ലിങ്ങിൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നല്ലൊരു ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് കണ്ടത് അല്ലേ. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുള്ള ഒബ്സ്റ്റക്കിൾസ് പ്ലസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരിക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.